പാലം ഉദ്ഘാടനം ചെയ്യാനായി തുടങ്ങുന്നു. സ്നേഹമോൾ നൈനാൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സ്നേഹ, ഇന്നത്തെ ചടങ്ങുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? രതീഷ്, നാടമുറിച്ചുള്ള ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം KSRTC ബസിന്റെ ഫ്ലാഗ് അതിനുശേഷം മുഖ്യമന്ത്രി പെരുമ്പളത്തേക്ക് വടുതലക്കുകയാണ്. അതുതന്നെയാണ് പെരുമ്പളത്തേക്ക് പോയിക്കൊണ്ട് നാട മുറിച്ചതിന് ശേഷം അവസാനിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ തന്നെ, ഔദ്യോഗിക വാഹനത്തിൽ തന്നെ മറ്റു ഭാഗത്തേക്ക്, പെരുമ്പളം ഭാഗത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന പന്തൽ, ആ പന്തലിലാണ് മറ്റ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. മറ്റും സംസാരിക്കുക. ആ പാലത്തിലൂടെ മുഖ്യമന്ത്രി മറ്റ് പെരുമ്പളം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1.5 കിലോമീറ്ററാണ് ഇതിന്റെ ദൂരം. കൃത്യമായി പറഞ്ഞാൽ 1157 മീറ്ററോളം നീളമാണ് ഉള്ളത്. ആ പാലത്തിലൂടെ, ആ മഴവിൽ പാലത്തിലൂടെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പെരുമ്പളത്തെത്തിയ ശേഷമാവും ജനങ്ങളെ കാണുക, ജനങ്ങളോട് സംസാരിക്കുക. മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സ്വപ്നം ഇവിടെ സാക്ഷാത്കൃതമായിരിക്കുന്നത്. മുഖ്യമന്ത്രി അല്പസമയത്തിന് മുമ്പാണ് നാടമുറിച്ച് ഈ പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അതിനുശേഷം ബസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും നിർവഹിച്ചു. ആ ബസ്സുകൾ, അതായത് ഈ പെരുമ്പളത്തെ നിവാസികളുടെ സ്വപ്നം, ആ ബസ്സുകൾ, ആ യാത്ര ഇന്നു മുതൽ തന്നെ ആരംഭിക്കുകയാണ്. ആ യാത്ര ദുരിതങ്ങളെല്ലാം തന്നെ നീങ്ങിയിരിക്കുകയാണ്. 4 ബസ്സുകളിലായി ഒരു ദിവസം 10 സർവീസാണ് നടത്തുക. അങ്ങനെ അവരുടെ ആ സ്വപ്നം നടന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ജനങ്ങൾ മറ്റ് പെരുമ്പളം ഭാഗത്തേക്ക്, മറുകരയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വടുതലയും അതോടൊപ്പം തന്നെ പെരുമ്പളവും പരസ്പരം കൈകോർത്തിരിക്കുകയാണ്. ആ സ്വപ്നം ഇവിടെ നിറവേറ്റിയിരിക്കുകയാണ്. ജനങ്ങളുടെ സന്തോഷമൊക്കെ തന്നെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുഖ്യമന്ത്രിക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് എന്ന് കേൾക്കാനായിട്ടുള്ള സമയമാണ്. മറ്റു ഉദ്ഘാടന ചടങ്ങുകൾ പെരുമ്പളത്ത് എത്തിയതിനു ശേഷമായിരിക്കും നടക്കുക. കഴിഞ്ഞ ഒരാഴ്ചയോളമായി കണ്ടതാണ് ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു ഇവിടെ. ഓരോ ദിവസവും വിവിധ കലാപരിപാടികളൊക്കെ ആയിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ് മാരത്തോൺ ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ചെണ്ടമേളം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി എത്തിയപ്പോൾ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോട് കൂടിയാണ് ഇവിടുത്തെ ആളുകൾ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ KSRTC ബസ്സുകൾ ഇങ്ങോട്ടേക്ക്, പെരുമ്പളം ഭാഗത്തേക്ക് പുറപ്പെടും. സർവീസ് ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യും. മഴവിൽ അഴകിലുള്ള ആ പാലം വലിയ ടൂറിസം സാധ്യതകൾക്ക് കൂടിയാണ് ഒരു കാരണമാകുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട ഇടമായി ഈ പെരുമ്പളം വരും ദിവസങ്ങളിൽ മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വേമ്പനാട്ട് കായലിന്റെ ഒത്തുനടുക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ്. 12,000-ഓളം വരുന്ന ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 14 വാർഡുകളാണുള്ളത്. ഈ 14 വാർഡുകളിലുമുള്ള ജനങ്ങളുടെ ദുരിതം ഇന്നത്തോടു കൂടി തന്നെ, ഈ ദിവസത്തോടു കൂടി തന്നെ തീർന്നിരിക്കുകയാണ്. പെരുമ്പളത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ചരിത്രമാണ്. അത് മാത്രമല്ല, കേരളത്തിലെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ ചരിത്രമാണ്. ഇനി ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഇവിടെ ഹോം സ്റ്റേകൾ ഉണ്ടാകും, റിസോർട്ടുകൾ ഉണ്ടാകും. വേമ്പനാട്ട് കായലിന്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാൻ നിരവധി വിദേശികൾ ഇവിടേക്ക് എത്തിച്ചേരും. അങ്ങനെ കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഒരു സാധ്യത കൂടിയാണ് ഈ പെരുമ്പളത്ത് യാഥാർത്ഥ്യമായ ഈ പാലം എന്നത്. നിരവധി നിയമ പോരാട്ടങ്ങൾ ഈ ജനത നടത്തിയിരുന്നു. നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു. ഇന്ന് വരെ കാണാത്ത സമരങ്ങൾ പോലും നടത്തിയിരുന്നു. അവസാനം ഏറ്റവും ഒടുവിലായിട്ട് കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് ഈ കായലിന് കുറുകെ നീന്തിക്കടക്കുക, അങ്ങനെ തുടങ്ങി വളരെ അപൂർവമായ സമരങ്ങളൊക്കെ തന്നെ ഈ ജനത നടത്തിയിരുന്നു. അതിനെല്ലാം ഒരു ഫലം കൂടിയാണ് ഇന്ന്. ജനങ്ങളുടെ സന്തോഷമാണ് നമ്മൾ രാവിലെ മുതൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്വപ്നമായിരുന്നു മണിക്കൂറുകളായി ബോട്ടിനെയോ ജങ്കാറിനെയോ കാത്തിരിക്കേണ്ട, ഇനി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ഈ വള്ളങ്ങളെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. 9 മണി കഴിഞ്ഞ് അവർക്കിനി ധൈര്യമായിട്ട് മറുകരയിലേക്ക് എത്താം. അതിനായി ഈ പാലം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇതൊരു ചരിത്രം കൂടിയാണ്. പെരുമ്പളത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും രേഖപ്പെടുത്താൻ സാധിക്കുന്നത്, പെരുമ്പളം ജനങ്ങളെ മാത്രമല്ല കേരളത്തിന്റെ ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളവും എക്കാലത്തും രേഖപ്പെടുത്താനാവുന്ന, അടയാളപ്പെടുത്താനാവുന്ന ആ ചരിത്ര നിമിഷങ്ങൾക്കാണ് അല്പസമയം മുമ്പ് നമ്മൾ സാക്ഷിയായത്. മുഖ്യമന്ത്രി പെരുമ്പളത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉടൻ തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. രതീഷ്, പാലം നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ബസ് സർവീസുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം പാലത്തിലൂടെ മറുകരയിലേക്ക് എത്തിയത്. പെരുമ്പളത്തേക്ക് ഇപ്പോൾ എത്തി. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം അവിടെ മറ്റ് ചടങ്ങുകൾ
പുരോഗമിക്കും. ഇപ്പോൾ പെരുമ്പടത്തേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ്.